പൃഥ്വിരാജ് ചിത്രം ഐ നോബഡിക്ക് വേണ്ടി പിന്നണി പാടി താരത്തിൻ്റെ തന്നെ മകൾ അലങ്കൃത. ചിത്രത്തിലെ സർക്കസ് എന്ന ഗാനമാണ് അലങ്കൃത പൃഥ്വിരാജ് ആലപിച്ചിരിക്കുന്നത്. പുറത്തുവിട്ട ലിറിക്കൽ വീഡിയോയിൽ അലങ്കൃതയുടെ റെക്കോർഡിങ്ങിൻ്റെ BTS ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അല്ലി, മമ്മയും ഡാഡിയും നിന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് സർക്കസ് ഗാനം പുറത്തുവിട്ടത്. ഐ നോബഡിക്ക് ലഭിച്ച നിങ്ങളുടെ സ്നേഹത്തിനും നിരൂപണങ്ങൾക്കും ഫീഡ്ബാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഐ നോബഡിയിലെ സർക്കസ് എന്ന ഗാനം ഞങ്ങൾക്ക് വളരെ സവിശേഷമാണ്. കാരണം ഇത് പാടിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ് അല്ലിയാണ്. വെറും 11 വയസ്സുകാരി. പ്രിയപ്പെട്ട അല്ലി, സംഗീതത്തിൽ നീ വളർത്തിയെടുത്ത അഭിനിവേശത്തിനും അർപ്പണബോധത്തിനും മമ്മയും ഡാഡിയും അഭിമാനിക്കുന്നു. ഈ തീനാളം എന്നെന്നും കെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിസ്മയകരമായ ഗാനം അല്ലിയെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചതിന് അവൾക്ക് മാർഗനിർദ്ദേശം നൽകിയതും ജേക്കസ് അങ്കിളിന് നന്ദി പൃഥ്വിരാജ് കുറിച്ചു. സെബ ടോമി വരികൾ എഴുതി ജേക്കബ് ബിജോയ് ആണ് ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. അലങ്കൃതയെ ഐ നോബഡിയിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ജേക്കസ് ബിജോയ് പറഞ്ഞു. സർക്കസ് ഫ്രം നോബഡിയിൽ പ്രിയപ്പെട്ട അലങ്കൃത പൃഥ്വിരാജിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അലങ്കൃതയെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. സംഗീതത്തോട് ആത്മാർത്ഥമായ അഭിനിവേശവുമുള്ള അപൂർവ യുവപ്രതിഭകളിലൊരാളാണ് അവൾ. ഞാൻ പാട്ട് കേൾപ്പിച്ച നിമിഷം അവളത് അനായാസമായി പഠിച്ചെടുത്തു. പൃഥ്വിയും സുപ്രിയയും അവളുടെ അഭിനിവേശത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും സംഗീതയാത്രയെ അത്രയും ആത്മാർത്ഥതയോടെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് കാണുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അല്ലി, ഈ പാട്ടിൽ നിന്നെ കൂടെ കൂട്ടാൻ കഴിഞ്ഞ ഒരു സന്തോഷമായിരുന്നു. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇത് ശരിക്കും മനോഹരവും ഗംഭീരവുമായ ഒരു സംഗീതയാത്രയുടെ തുടക്കം മാത്രമായിരിക്കട്ടെ എന്ന് ജേക്കസ് കുറിച്ചു. ലിറിക്കൽ വീഡിയോയിൽ പൃഥ്വിരാജിനെയും സുപ്രിയയെയും ആലിംഗനം ചെയ്ത ശേഷമാണ് അലങ്കൃത റെക്കോർഡിങ്ങിനായി മൈക്കിന് മുന്നിലേക്ക് എത്തുന്നത്. അച്ഛനും അമ്മയും ആശംസകൾ പറഞ്ഞ ശേഷമാണ് അലങ്കൃത പാടുന്നത്. മകൾ പാടുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോകളും എടുക്കുന്ന സുപ്രിയയെയും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. നേരത്തെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ വേഷമിട്ട എമ്പുരാനിലും അലങ്കൃത പാടിയിരുന്നു. അലങ്കൃതയുടെ ആലാപനത്തെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത്. അല്ലിയുടെ ശബ്ദം മനോഹരമായിരിക്കുന്നു. തിയേറ്ററിൽ കണ്ടപ്പോൾ മുതൽ ഗാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അലങ്കൃത മല്ലിക സുകുമാരനെ പോലെ ഉണ്ട് എന്നും പൃഥ്വിരാജിനെ പോലെ തന്നെയാണ് എന്നും കമന്റുകളുണ്ട്. വളരെ അപൂർവമായി മാത്രമേ സുപ്രിയയും പൃഥ്വിരാജും മകളുടെ ചിത്രങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ളൂ. പൃഥ്വിരാജിൻ്റെ സിനിമകളിലൊന്നും അലങ്കൃത കണ്ടിരുന്നില്ല. എന്നാൽ ഇനി തൻ്റെ സിനിമകൾ അലങ്കൃത കാണുമെന്ന് പൃഥ്വിരാജ് മനോരമ ഓൺലൈനിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.